MSFന്റെ പ്രതിനിധി ശ്രീ മജീദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മജീദ്, കലോത്സവങ്ങളിലൂടെ വളർന്നു വന്നവരാണ് കേരളത്തിലെ ഇന്ന് നമ്മൾ കാണുന്ന സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള പലരും. കേരളത്തിലെ സ്കൂൾ കലോത്സവങ്ങളുടെ പ്രത്യേകത അവിടെയാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം നമ്മൾ കാണാറുള്ളത്. അവിടുത്തെ നാടകങ്ങളിൽ, മൈമുകളിൽ, അവിടുത്തെ പ്രസംഗങ്ങളിൽ ഒക്കെയാണ് നമ്മുടെ പുതുതലമുറയുടെ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയാറുള്ളത്. അങ്ങനെ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു മൈം നടന്നാൽ അതിന് കർട്ടനിടും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചെന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഇനിയിപ്പോൾ വലിയ പ്രതിഷേധമായി ഇറങ്ങുകയാണല്ലോ. അതെ, ഇപ്പൊ ഇതിന്റെ കാര്യം ഞാനത് നേരത്തെ നിങ്ങൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു വിശദീകരണം, അതായത് നിലവിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഞങ്ങള് കലോത്സവം മാറ്റിവെച്ചത് എന്ന് പറഞ്ഞല്ലോ. അതല്ല അതിന്റെ സ്ഥിതി എന്നുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ HMന് നിർദ്ദേശം കൊടുത്തതാണ്, പ്രിൻസിപ്പലിന് നിർദ്ദേശം കൊടുത്തതാണ്, നിങ്ങൾ കലോത്സവം നടത്തിക്കോളൂ, ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞിട്ട് പോലും HM ഞങ്ങളടുത്ത് കളവ് പറഞ്ഞു എന്നുള്ളതാണ്. HM പറഞ്ഞത് ഞങ്ങളത് സംഘർഷം ഉള്ളത് കൊണ്ട് ഞങ്ങളത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പോലീസ് പറഞ്ഞതാണ് യാതൊരു കാരണവശാലും ഒരു സംഘർഷം ഉണ്ടാവില്ല, ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ തരാം എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ വകവെക്കാതെ കലോത്സവം മാറ്റി എന്നുള്ളതാണ്. ഞങ്ങളിത് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ, നമുക്കറിയാം ഇന്നലെ മുതൽ ഇതൊരു വലിയ കേരളത്തിൽ ഇതൊരു ചർച്ചയാവുമ്പോ രണ്ട് അധ്യാപകരാണ് ഈ മൈം തടഞ്ഞിട്ടുള്ളത്. പ്രദീപ് കുമാറും സുപ്രീത് എന്നുള്ള രണ്ട് അധ്യാപകരാണ്. ഈ അധ്യാപകര് ഇന്നലെ നടക്കുന്ന PT യോഗത്തിന്റെ അകത്ത് ഇവർ രണ്ടുപേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് MSF ഈ വിഷയത്തിൽ കൃത്യമായി ഇതിലെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ആ യോഗത്തിന്റെ അടുത്തേക്ക് എത്തിയതും ആ യോഗം ഉപരോധിക്കുന്നതിന് മുന്നിൽ നിന്നതും. കാരണം ഞങ്ങൾ ഇത് പറയുന്നത് ലോകമെമ്പാടും ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ മാഡം പറഞ്ഞതുപോലെ ഒരു കുട്ടികൾ ഏത് സമകാലിക വിഷയങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന, നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവം എന്നറിയപ്പെടുന്ന കലോത്സവ വേദികളിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്കൊരിക്കലും മുൻകൂട്ടി വിഷയം നൽകിയിട്ടല്ല അവർ ഏത് കല അവതരിപ്പിക്കലും. അവർ ഈ കാലത്തിനനുസരിച്ച് ഈ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യങ്ങളെ കൃത്യമായ രീതിയിൽ അവർ പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് കർട്ടൻ ഇടുക എന്നുള്ളത് കൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. എന്തിനു വേണ്ടി അധ്യാപകർ ചെയ്തു എന്നത് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഇന്നലെ ഈ പ്രശ്നം നടന്നു, വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു, MLA അടക്കമുള്ള പ്രതിനിധികൾ ആ സ്ഥലത്തെത്തിയതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾക്കിത് പറയാനുള്ളത് അധ്യാപകർക്കെതിരെ നടപടിയെടുക്കാതെ ഒരു ഇഞ്ച് പോലും MSFും അത് പിന്നോട്ട് പോവില്ല എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ കാരണങ്ങളുണ്ടെന്ന് താങ്കൾ കരുതുന്നു? അല്ലെങ്കിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ കർട്ടനിട്ട് ആ കലോത്സവം അവസാനിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പിന്നീട് കാര്യങ്ങൾ പോകുന്നത്, അതിന് പിന്നിൽ ഒരു കാരണം വേണമല്ലോ, അതെന്താണെന്നാണ്? അതാണ് ഞങ്ങൾക്കും അത് വലിയ ആശങ്ക ഉണ്ടാക്കിയ ഒരു സംഭവം കൂടിയാണ്. അത് മാത്രമല്ല, ഇന്നലെ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ട് കലക്ടർ മുഖാന്തരം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിട്ടുള്ളത് എന്താണ് അതിൽ റിപ്പോർട്ട് വരുന്നത് എന്ന് നോക്കിക്കൊണ്ട് തന്നെയാണ്. ഭാവിയിൽ ഈ കാര്യങ്ങളിൽ ശക്തമായ നടപടി എടുത്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി MSF മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ശരി, മന്ത്രി V ശിവൻകുട്ടി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായി ഒരു കലാപ്രകടനമാണ് നടന്നത്. അതിന്റെ ആശയം പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കാര്യമാണ്. നമ്മൾ പൊതുവിൽ കേരളത്തിലുള്ളവർ പാലസ്തീനോട് ഐക്യദാർഢ്യം ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അവിടെ 10,000-കണക്കിന് കുട്ടികളാണ് മരിക്കുന്നത് ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു സിമ്പതിയാണ് അതിനോട് ഉള്ളത്. അപ്പോൾ നമ്മുടെ യുവജനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടന്ന മത്സരത്തിൽ മെയ് മത്സരത്തിന്റെ അവതരണത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. അത് പകുതിയായപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു, കർട്ടനിടാൻ പറഞ്ഞു, മത്സരം മൊത്തം ക്യാൻസലാക്കി. വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇന്നലെ തന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചു. ഇന്നിപ്പോൾ സൺഡേ ആയിപ്പോയി. അതിന്റെ വിശദീകരണം കിട്ടിയാൽ ആവശ്യമായ നടപടി സ്വീകരിക്കും. ആ കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. കർശനമായ നടപടി തന്നെ എന്തായാലും കർശനമായ നടപടി തന്നെ ഉണ്ടാകും. കാരണം ഓരോ സ്കൂളിന്റെയും പിന്നെ അവിടുത്തെ നടത്തിപ്പുകാർക്ക് ഇഷ്ടമുള്ള കലാപരിപാടികളെ അവിടെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ നിർത്തിവെക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് നിർത്തിവെക്കാൻ എന്താ അവകാശം? ആരാ കൊടുത്ത അധികാരം? ഇത് നിർത്തിവെക്കുന്നതിന് വേണ്ടി ഉത്തരവ് കൊടുത്ത ഉദ്യോഗസ്ഥൻ മറുപടി പറയേണ്ടി വരും. അധ്യാപകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് അധ്യാപകരായിരുന്നാലും അന്വേഷണത്തിൽ വരേണ്ട കാര്യമാണല്ലോ. വരട്ടെ, നമുക്ക് നോക്കാം.
ഇത്തരത്തിലാണ് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ വളരെ കൃത്യമായ കർശനമായ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നമ്മോട് പ്രതികരിച്ചത്. കാരണം ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മൈം തടയേണ്ട ഒരു സാഹചര്യം, അതായത് ഈ കലോത്സവ മാനുവൽ പ്രകാരമോ മറ്റേ വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റ് ചട്ടങ്ങൾ പ്രകാരമോ അങ്ങനെ ഒരു തടയേണ്ട ഒരു നിയമാവലി പ്രകാരം അത്തരത്തിലൊരു തടസ്സമില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഗുരുതരമായിട്ട് തന്നെയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് സൺഡേ ആണ്. അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ ഈ ഒരു അധ്യാപകർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഇതിന് മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ വളരെ കർശനമായ നിലപാടാണ് ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പും ശിവൻകുട്ടി, അതായത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇതിൽ നടപടിയെടുത്തത്. ഇതിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കൂടുതൽ നടപടികൾ നാളെയോടക്കം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. ശ്രീജ, ശരിയാണ് സാരംഗ്, വളരെ കൃത്യമായൊരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കുട്ടികൾ അവിടെ തന്നെ വീണ്ടും പരിപാടി അവതരിപ്പിക്കും. ഓരോ സ്കൂളും അവർക്കിഷ്ടമുള്ള പരിപാടി അവതരിപ്പിച്ചാൽ മതി എന്ന നിലപാടെടുത്താൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇന്നലെ തന്നെ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ഇന്ന് അവധി ദിവസമായതുകൊണ്ടാണ്. എത്രയും പെട്ടെന്ന് ആ വിശദീകരണം കിട്ടിയാൽ അതിനനുസരിച്ച് നടപടിയെടുക്കും എന്ന ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്നത്. കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൈം മത്സരം, സ്കൂൾ കലോത്സവം നടക്കുകയായിരുന്നു. അതിൽ മൈം മത്സരത്തിനിടെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു മൈം അവതരിപ്പിക്കുകയും ആ മൈമിനിടയ്ക്ക് വെച്ച് കർട്ടൻ ഇടുകയും ചെയ്തത്. തുടർന്ന് കലോത്സവം തന്നെ നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഏറ്റവും കർശനമായൊരു നിലപാട് സർക്കാർ എടുത്തിട്ടുള്ളത്. മൈം അവതരിപ്പിച്ച സംഘത്തിലുണ്ടായിരുന്ന റിഷാദ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. റിഷാദ്, ഇപ്പോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ തന്നെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഒപ്പം എന്തായിരുന്നു റിഷാദ് അന്ന് അവിടെ നടന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കർട്ടൻ ഇട്ടത് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചില്ലേ? അപ്പൊ എന്താണ് അവർ മറുപടി പറയുന്നത്? നമ്മള് ചോദിച്ചു. അപ്പോ അവര് നമ്മളെ ഓടിക്കണ്ടായി, ഇവിടെ പരിപാടി നടത്തണ്ട, പബ്ലിക്കിൽ നടത്തിയാൽ മതി, സ്കൂളിൽ നിങ്ങളുടെ ഇത്തരം കലാപരിപാടി ഒന്നും വേണ്ട, അതായിരുന്നോ നിലപാട്? അതായിരുന്നു നിലപാട്. അവർക്ക് ആദ്യം തന്നെ അറിയായിരുന്നു നമ്മൾ പലസ്തീനിൽ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് വേണ്ട എന്ന് പറഞ്ഞ അധ്യാപകർക്ക് എന്തെങ്കിലും പ്രത്യേക രാഷ്ട്രീയ അനുഭവം ഉള്ളവരാണോ? അത് അറിയില്ല. ഫസ്റ്റ് അവരൊക്കെ ഓക്കെ പറഞ്ഞിരുന്നു, പിന്നെയാണ് അവര്, അതായത് നമ്മളൊക്കെ സാധാരണ കലോത്സവത്തിൽ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും ഒക്കെ നമ്മുടെ അധ്യാപകർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, അല്ലേ? നിങ്ങൾ ഈ പാലസ്തീൻ ഐക്യദാർഢ്യമാണ് നിങ്ങളുടെ തീം എന്നുള്ള കാര്യം അവർക്ക് അറിയാമായിരുന്നു? അവർക്ക് മുൻപേ അറിയായിരുന്നു. അതൊക്കെ കൂട്ടി തന്നെ അവര് കർട്ടനിടായിരുന്നു.